Hello dears, welcome to View to Learn. Shall we start the class? Today we are going to study Preface to Lyrical Ballads by Wordsworth. Let us see about Wordsworth. He was born on 7th April 1770, Cockermouth, England, and he is known as nature poet and got poet laureate in 1843, died in 1850, and he is one of the lake poet. ആരൊക്കെയായിരുന്നു ലേക്ക് പോയറ്റ്സ്? വില്യം വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ് ആൻഡ് റോബർട്ട് സതേ. Before discussing about preface to lyrical ballads, let us see what is lyrical ballads. It is published in 1798, a collection of poems written by Wordsworth and Coleridge. In total, it is 23 poems, 19 by Wordsworth and 4 by Coleridge. അതിൽ കോൾറിഡ്ജിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയം എന്ന് പറയുന്നത് ദ റൈം ഓഫ് ദി ആൻഷ്യൻ മറൈനർ ആണ്. ലിറിക്കൽ ബലാഡ്സ് സ്റ്റാർട്ട് വിത്ത് കോൾറിഡ്ജ് റൈം ഓഫ് ദി ആൻഷ്യൻ മറൈനർ, ends with Wordsworth lines composed a few miles above Tintern Abbey. So the main theme of lyrical ballad is return to nature. They introduced a new style in this book, lyrical ballad, that means romanticism. 1798, people were neoclassical readers. Thus, it seems difficult for them to understand new style, that means the romanticism. സോ അത്രയും കാലം അവർ ഫോളോ ചെയ്തിരുന്നത്, റീഡേഴ്സ് ആയാലും റൈറ്റേഴ്സ് ആയാലും ഫോളോ ചെയ്തിരുന്നത് നിയോ ക്ലാസിക്കൽ റൈറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവർക്ക് സെർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിനനുസരിച്ചാണ് പോയിറ്റ്സ് എഴുതുക. അതങ്ങനെ തന്നെ വായിച്ച് റീഡേഴ്സിനെല്ലാം ഇങ്ങനെ ആയിരിക്കണം ഒരു പോയട്രി എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ഒരു പുതിയ വർക്ക്, അതായത് ലിറിക്കൽ ബലാഡ്സ് നമ്മുടെ വേർഡ്സ്വർത്തും കോൾറിഡ്ജും കൂടെ പബ്ലിഷ് ചെയ്യുന്നത്. അത് ഇത്രയും കാലം അവർ വായിച്ചതിൽ നിന്നെല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. പെട്ടെന്ന് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു. സോ ലെറ്റ് us see what is preface to lyrical ballads. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു അത് റീഡേഴ്സിന് വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നി, അല്ലെങ്കിൽ ഇത് കാണുന്ന ബാക്കിയുള്ള പോയിറ്റ്സിന് അല്ലെങ്കിൽ ക്രിട്ടിക്സിന് ഇതെന്താ ഇങ്ങനെയൊരു രീതിയിൽ പുതിയ മെത്തേഡെല്ലാം ഉപയോഗിച്ച് ഒരു റൂൾസും റെഗുലേഷൻസും ഒന്നുമില്ലാതെ ഇങ്ങനെ ഒരു പോയിട്രി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എല്ലാവരുടെയും ഉള്ളിലൊരു ഫീല് തോന്നാൻ തുടങ്ങി. ഈ സമയത്ത് എങ്ങനെയാണ് ഈ പോയം വായിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് വേർഡ്സ്വർത്തും കോൾറിഡ്ജും കൂടെ അതിന് ഒരു പ്രിഫേസ് എഴുതാനായിട്ട് തീരുമാനിച്ചു. കൂടുതൽ പോയംസ് 19 പോയംസ് ബൈ വേർഡ്സ്വർത്തിനോ. സോ വേർഡ്സ്വർത്ത് എന്ത് ചെയ്തു, അതിന് പ്രിഫേസ് എഴുതാനായിട്ട് തീരുമാനിച്ചു. സോ ഇൻ 1800 ഹി റോട്ട് ദ പ്രിഫേസ് ടു ലിറിക്കൽ ബലാഡ്സ്. അതിൽ 34 പാരഗ്രാഫ്സ് ആണുള്ളത്. Collection of romantic criticism deals about theory of poetry and poetic diction. അപ്പോൾ ഇതിനകത്ത് തിയറി ഓഫ് പോയട്രിയും പോയറ്റിക് ഡിക്ഷനെ കുറിച്ചുമാണ് പറയുന്നത്. ഏത് രീതിയിൽ അവർ ഇത്രയും കാലം ഫോളോ ചെയ്ത രീതിയിലല്ല, ഒരു റൊമാൻറ്റിക് ഏജിലെ എങ്ങനെയായിരിക്കണം പോയട്രി, അല്ലെങ്കിൽ അതിലെ വേർഡ്സ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷനാണ് പ്രിഫേസ് ടു ലിറിക്കൽ ബലാഡ്സിലുള്ളത്. എസ്സേ ടെൽസ് ദ റീഡേഴ്സ് ഹൗ ടു റീഡ് ദ ന്യൂ സ്റ്റൈൽ ഓഫ് പോയട്രി. Poetry is the breadth and finer spirit of all knowledge. It is the impassioned expression which is in the countenance of all science. It is a wording from Preface to Lyrical Ballads by Wordsworth. What we want to remember always is that Lyrical Ballads is published in 1798 and its preface, it is first edition published in 1800, and the second edition with the preface it is published in 1802 and the third edition in 1805. Preface or
റൊമാൻറ്റിക് പോയറ്റിക് തിയറി. ഫേസിനകത്ത് പറയുന്നത് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്, തിയറി ഓഫ് പോയട്രിയും പോയറ്റിക് ഡിക്ഷനും. തിയറി ഓഫ് പോയട്രിക്കകത്ത് വേർഡ്സ്വർത്ത് പറഞ്ഞു വെക്കുന്നത് എന്താണ് പോയട്രി, ആരാണ് പോയിറ്റ്, എന്തൊക്കെയാണ് പോയട്രിയുടെ ഫങ്ഷൻസ്. പോയറ്റിക് ഡിക്ഷൻ്റെ അകത്ത് അദ്ദേഹം നമ്മളോട് പറയുന്നത് ലാംഗ്വേജ് ഓഫ് പോയട്രി, ചോയ്സ് ആൻഡ് അറേഞ്ച്മെന്റ്സ് ഓഫ് വേർഡ്സ് ഇൻ പോയട്രി, ദാറ്റ് മീൻസ് പോയറ്റിക് ഡിക്ഷൻ. So it gave a guideline to the readers how to read and understand lyrical ballads. It was, that means 1798, the great age of neoclassical. The publishing of lyrical ballads by Wordsworth and Coleridge break away the neoclassical tendencies in poetry. So we can say that lyrical ballads is a single book divided two eras. This neoclassical age and romantic age. ഒറ്റ ബുക്കിൽ രണ്ട് കാലഘട്ടങ്ങളെ കാണിക്കുന്ന ബുക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെ ഡിവൈഡ് ചെയ്യുന്ന ഒരു ബുക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയും ഇറ്റ് ഈസ് ലിറിക്കൽ ബലാഡ്സ്. ഏതൊക്കെയാണ്? നിയോ ക്ലാസിക്കൽ ഏജിനെയും റൊമാൻറ്റിക് ഏജിനെയും കൂടെ ഒന്നിൻ്റെ അവസാനവും മറ്റൊന്നിൻ്റെ തുടക്കവുമാണ് ആ ബുക്കിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. Suggest a new language for romantic poetry with the aid of common language. That is the main factor of this preface. That means lyrical ballads എന്നുള്ളത് കോമൺ പീപ്പിളിൻ്റെ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉള്ള കാര്യങ്ങൾ റീഡേഴ്സിലേക്ക് എത്തിക്കാം. So my dears, let me ask you one question. In which year Wordsworth published Preface to Lyrical Ballads? ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു പോയിന്റ് കൂടിയാണ്. സോ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ പ്രിഫേസ് ടു ലിറിക്കൽ ബലാഡ്സിലെ എന്താണ് പോയിട്രി, ആരാണ് നല്ല പോയിറ്റ്, വിച്ച് ആർ ദ ഫങ്ഷൻസ് ഓഫ് പോയിട്രി, ഈ 3 കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ താങ്ക് യു ഡിയേഴ്സ്. ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. So let's learn together.